നമ്മളിൽ ഭൂരിഭാഗം മനുഷ്യരും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും വലിയ ഒരു ആശ്വാസമാകുന്ന വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. വലിയ പലിശ ഭാരമില്ലാത്ത സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കൃഷി വിപുലീകരിക്കുവാനും സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ടാണിത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ കർഷകരെയും ചെറുകിട സംരംഭകരെയും സഹായിക്കുന്നു എന്ന ലക്ഷ്യത്തോടെ പലിശരഹിത വായ്പകളും പലിശ സബ്സിഡിയുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2026 പുതിയ സാമ്പത്തിക സാഹചര്യത്തിൽ 2 രീതിയിലാണ് ഈ ആനുകൂല്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. ഒന്ന്, പലിശ ഒട്ടും ഈടാക്കാത്ത വായ്പകൾ. 2, ഗുണഭോക്താവ് അടയ്ക്കേണ്ട പലിശ സബ്സിഡിയായി സർക്കാർ തന്നെ ബാങ്കുകൾക്ക് നൽകുന്ന രീതി. തെരുവോര കച്ചവടക്കാർക്കായി നടപ്പിലാക്കുന്ന PM സ്വാനിധി പദ്ധതി ഇതിൽ ഏറെ ശ്രദ്ധേയവുമാണ്. ഈ പദ്ധതി പ്രകാരം ഈടില്ലാതെ വായ്പ ലഭിക്കുമെന്ന് മാത്രമല്ല, കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ ഇളവും അടുത്ത ഘട്ടത്തിൽ ഉയർന്ന തുക വായ്പയായും ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ആവിഷ്കരിച്ച PM വിശ്വകർമ്മ യോജനയിലൂടെയും കുറഞ്ഞ പലിശ നിരക്കിൽ വലിയ സഹായമാണ് സർക്കാർ ഇപ്പോൾ ഉറപ്പാക്കുന്നത്. കർഷകർക്ക് താങ്ങായി കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇനത്തിൽ വൻ ഇളവുകളാണ് സർക്കാർ നൽകുന്നതും. ഇത്തരം വിവിധ പദ്ധതികളെക്കുറിച്ച് അറിയുവാനും അപേക്ഷകൾ സമർപ്പിക്കുവാനും ജൻസമർത്ഥ് എന്ന ഏകജാലക പോർട്ടൽ ഇപ്പോൾ സജ്ജവുമാണ്. സാധാരണക്കാരുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുവാനും രാജ്യത്തിൻ്റെ താഴെത്തട്ടിലുള്ള സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുവാനും ഇത്തരം പദ്ധതികൾ വലിയ പങ്ക് വഹിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നതും. അർഹരായവർ ഈ ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.